Hello. Today we discussing a new area of sale of goods act. It's first one condition under section 12 subsection 2. A condition is a stipulation essential to the main purpose of the contract. കോൺട്രാക്റ്റിൻ്റെ എന്തുദ്ദേശത്തോടു കൂടിയാണോ കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്തത് അതിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ദ ബ്രീച്ച് ഓഫ് വിച്ച് ഗീവ്സ് റൈസസ് ടു എ റൈറ്റ് ടു ട്രീറ്റ് ദ കോൺട്രാക്ട് ആസ് റെപ്യൂഡിയേറ്റ്. അപ്പം അത് ഈ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും വയലേഷൻ വരുത്തുകയാണെങ്കിൽ, ബ്രീച്ച് ഉണ്ടാവുകയാണെങ്കിൽ കോൺട്രാക്ട്സ് നിരസിച്ചതായിട്ട്, റെപ്യൂഡിയേറ്റ് ചെയ്തതായിട്ട് കരുതാമെന്നുള്ള. എ സ്റ്റിപ്പുലേഷൻ ഈസ് എ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് മേ ബി എ കണ്ടീഷൻ ഓർ വാറണ്ടി അണ്ടർ സെക്ഷൻ 12 സബ്സെക്ഷൻ 1. ഈ സ്റ്റിപ്പുലേഷന് ഒന്നുകിൽ എന്തായിരിക്കാം, കണ്ടീഷൻ ആവാം, അതല്ലെങ്കിൽ വാറണ്ടി ആവാം. അണ്ടർ സെക്ഷൻ 12 സബ്സെക്ഷൻ 1 പ്രകാരം പറയുന്നത് അതാണ്. 12 സബ്സെക്ഷൻ 2 പ്രകാരം പറയുന്നതാണ് കണ്ടീഷൻ. ദെൻ വാറണ്ടി. വാറണ്ടി അണ്ടർ സെക്ഷൻ 12 subsection 3. That's also a stipulation collateral to the main purpose of the contract. Condition is essential to the contract. At the same time, warranty is collateral to the contract. അതോടനുബന്ധിച്ച് വരുന്നതാണ് ദ ബ്രീച്ച് ഓഫ് വിച്ച് ഗീവ് റൈസ് ടു എ ക്ലെയിം ഫോർ ഡാമേജസ്. അപ്പം അതിൽ ഈ വാറണ്ടി ഫുൾഫിൽ ചെയ്യാൻ പരാജയപ്പെടുകയാണെങ്കിൽ, അത് ബ്രീച്ച് വരുത്തുകയാണെങ്കിൽ അതിനുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്ക്, ഡാമേജിനെ ക്ലെയിം ചെയ്യാവുന്നതാണ്. ബട്ട് നോട്ട് ടു എ റൈറ്റ് ടു റിജക്ട് ദ ഗുഡ്സ് ആൻഡ് ട്രീറ്റ് ദ കോൺട്രാക്ട് ആസ് റെപ്യൂഡിയേറ്റ്. അപ്പോൾ ഇവിടെ ഗുഡ്സ് റിജക്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല, അഥവാ കോൺട്രാക്റ്റ് അവസാനിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ബോത്ത് ആർ ദി സ്റ്റിപ്പുലേഷൻ. കണ്ടീഷൻ ഈസ് എ സ്റ്റിപ്പുലേഷൻ ദാറ്റ് ഈസ് എസെൻഷ്യൽ ടു എ കോൺട്രാക്ട്. ഇൻ കേസ് ഓഫ് എനി ബ്രീച്ച് ഓഫ് കണ്ടീഷൻ ഇൻ ദി സെയിൽ ഓഫ് ഗുഡ്സ്, the sale of contract is repudiated. While in the case of warranty, that is collateral to the contract. In case of breach arise in this, not repudiate the contract, only a claim for damages arises. Then what are the difference between condition and warranty? That is discussed in different bases. First one, essential or collateral. നമ്മളിപ്പോൾ പറഞ്ഞു ഏതാണ് എസെൻഷ്യൽ എന്ന് പറഞ്ഞത്. കണ്ടീഷൻ ഈസ് എൻ എസെൻഷ്യൽ ഓഫ് കോൺട്രാക്ട് എന്നാണ്. എന്നാൽ warranty is a collateral to the contract. Clear ആയല്ലോ. Second one, right in case of breach, or in case of breach not fulfill the condition or warranty, what is the right arise? Condition കേസിൽ പറഞ്ഞ aggrieved party can
ടെർമിനേറ്റ് ദ കോൺട്രാക്ട് എന്നുള്ളതാണ്. ആർക്കാണോ ഇവിടെ ഈ ബ്രീച്ച് ഉണ്ടായത് കൊണ്ട് വിഷമം സംഭവിച്ചത്, അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കരാർ എന്ത് ചെയ്യാം, ടെർമിനേറ്റ് ചെയ്യാം. കംസ് ടു ആൻ എൻഡ്. എന്നാൽ വാറന്റിയുടെ കേസിൽ പറഞ്ഞത് cannot terminate the contract, only raise the claim for damages. നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള കഷ്ടനഷ്ടങ്ങൾക്ക് അയാൾക്ക് എന്ത് ചെയ്യാം, നഷ്ടപരിഹാരം ആവശ്യപ്പെടാം. Another one, treatment. കണ്ടീഷന്റെ കേസിൽ പറഞ്ഞത് breach of condition can be treated as breach of warranty. കണ്ടീഷനിൽ ഉണ്ടാകുന്ന ബ്രീച്ച് ഏതിലുണ്ടാകുന്ന ബ്രീച്ചായിട്ടാണ് ട്രീറ്റ് ചെയ്യുക, വാറന്റിയിൽ ഉണ്ടാകുന്ന ബ്രീച്ചായിട്ട് ട്രീറ്റ് ചെയ്യുക. എന്നാൽ വാറന്റിയുടെ കേസിൽ പറഞ്ഞ് ബ്രീച്ച് ഓഫ് വാറന്റി കനോട്ട് ബി ട്രീറ്റഡ് ആസ് എ ബ്രീച്ച് ഓഫ് കണ്ടീഷൻ. കാരണം കണ്ടീഷനിൽ ഉണ്ടാകുന്ന ബ്രീച്ച് ആണെങ്കിൽ കരാർ എന്ത് ചെയ്യും, ടെർമിനേറ്റ് ചെയ്യും. എന്നാൽ വാറന്റിയിൽ ഉണ്ടാകുന്ന ബ്രീച്ച് എന്ത് ചെയ്യില്ല, കരാറ് terminate ചെയ്യുന്നില്ല. Then one of the important term used in the Sale of Goods Act is covenanter under section 16 of Sale of Goods Act. What do you mean by covenanter? It means let the buyer beware. That is not an English word, that is a Latin word, covenanter. So it means let the buyer beware. വാങ്ങുന്ന ആൾ ബോധവാനായിരിക്കണം എന്നുള്ളതാണ്. The doctrine of covenanter means that in a sale of goods, the seller is under no duty to reveal unflattering truths about the goods sold. ഇവിടെ പറയുന്നത് ഡോക്ട്രിൻ ഓഫ് കവിറ്റംറ്ററിൽ സെല്ലർ ഗുഡ്സിനെ കുറിച്ച്, വിൽപ്പന നടത്തുന്ന ഗുഡ്സിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തണമെന്നില്ല. പകരം the buyer must examine the goods thoroughly before purchasing. നിർബന്ധമായിട്ടും ബയർ കൃത്യമായിട്ട്, ആരാണോ ഹൂ ബൈസ് ദ ഗുഡ്സ്, ആ ബയർ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ശരിയായ രീതിയിൽ പരിശോധന നടത്തി തൃപ്തിപ്പെട്ടാൽ മാത്രമേ ആ ഗുഡ്സ് പർച്ചേസ് ചെയ്യേണ്ടത്. ഒരിക്കലും സെല്ലർ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തേണ്ടതില്ല എന്ന് പറഞ്ഞു. എ ബയർ മസ്റ്റ് ബൈ ഗുഡ്സ് ആഫ്റ്റർ സാറ്റിസ്ഫൈങ് ഹിംസെൽഫ് ഓഫ് ദെയർ ക്വാളിറ്റി and also its fitness. അതിൻ്റെ ഫിറ്റ്നസ്സും ക്വാളിറ്റിയും ഉറപ്പുവരുത്തി സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ബയർ ആ ഗുഡ്സ് വാങ്ങേണ്ടതുള്ളൂ. എന്നാൽ certain exception to the rule doctrine of covenanter. ബയർ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വാങ്ങിയാൽ മതി, സെല്ലർ എല്ലാ കാര്യം വെളിപ്പെടുത്തേണ്ടതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വാങ്ങുന്ന കേസിൽ ബയർ അത് ഉറപ്പുവരുത്തണമെന്ന് പറഞ്ഞ് സെല്ലറിന് അങ്ങനെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത്. പക്ഷെ അതിൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഇൻ സെർട്ടൻ കേസ് ദാറ്റ്സ് എൻഷുർ ദി സെല്ലർ ടു ഡിസ്ക്ലോസ് ഫാക്ട്, അല്ലെങ്കിൽ ബയർ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അത്തരം കേസുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ, ഫിറ്റ്നസ് ഫോർ ബയേഴ്സ് പർപ്പസ്. ഫിറ്റ്നസ് ഫോർ ബയേഴ്സ് പർപ്പസ്. ഇവിടെ പറയുന്നത് the seller will be liable for breach of implied condition as to quality of the fitness. സെല്ലർ എന്ത് ചെയ്യണം, ഒരു പ്രോഡക്റ്റ് ആകുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി കൃത്യമായിട്ട് ഉറപ്പുവരുത്തേണ്ടത് സെല്ലറുടെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് അതൊരു ഇംപ്ലൈഡ് കണ്ടീഷനാണ്. അത് ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ
അത് ഫുൾഫിൽ ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? സെല്ലർ ഡ്യൂട്ടിയാണ്. അത് ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ ബയർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെർമിനേറ്റ് ചെയ്യാവുന്നത്. The buyer makes known the seller the particular purpose. എന്താണ് ഉദ്ദേശത്തോടു കൂടിയാണോ ഇവിടെ വാങ്ങുന്നത്, അത്തരം കേസിൽ ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത് ഇംപ്ലൈഡ് ആയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു റേസ് ഹോഴ്സ് വേണമെന്ന് സെല്ലറോട് ബയർ പറയാണ്. എനിക്ക് പന്തയത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കുതിരയെ വേണമെന്ന് പറയണം. അപ്പോൾ ഇവിടെ ആവശ്യപ്പെടുന്ന തന്നെ റേസ് ഹോഴ്സ് ആണ്. പക്ഷേ ബയർ അത് ഫുൾഫിൽ ചെയ്യാതെ ഒരു കാർട്ടേജ് ഹോഴ്സിനെയാണ് കൊടുക്കുന്നതെങ്കിലോ അത് ശരിയായ രീതിയില്ല. കാരണം അയാൾ ആവശ്യപ്പെട്ടതിനനുസരിച്ചല്ല സെല്ലർ സെയിൽസ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ അത് ആർക്ക് നോക്കേണ്ട ആവശ്യമില്ല, ബയർക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം അത് സെല്ലർ ഫുൾഫിൽ ചെയ്യണം എന്നാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് അണ്ടർ സെക്ഷൻ 16 സബ്സെക്ഷൻ 1 പ്രകാരം പറയുന്നതാണ് ഫിറ്റ്നസ് ഉറപ്പുവരുത്തണമെന്നില്ല. അല്ലെങ്കിൽ ഇത്ര സ്പീഡിൽ ഓടുന്ന ഒരു കുതിരയെ വേണമെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ അത് ഫുൾഫിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം എന്നാ പറഞ്ഞത്. രണ്ടാമത്തെ കേസ് പറയുന്നത് സെയിൽ അണ്ടർ എ പാറ്റന്റ് ഓർ ട്രേഡ് നെയിം. സെയിൽ under a patent or trade name. In such a case, there is an implied condition that the activities articles will be reasonably fit for any particular purpose. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് നെയിമിലുള്ള ഒരു പെർട്ടിക്കുലർ പാറ്റന്റിലുള്ള ഗുഡ്സ് ആണ് സെയിൽസ് എങ്കിൽ അപ്പോൾ അതിന് ഒരു പെർട്ടിക്കുലർ ക്വാളിറ്റിയും പ്രൈസും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് ആര് ഫോളോ ചെയ്യണം? സെല്ലർ ഫോളോ ചെയ്യണം. അങ്ങനെ ഒരു ബ്രാൻഡഡ് ഐറ്റംസ് ആണെങ്കിൽ ഇതിനെക്കുറിച്ച് ആര് ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല? ബയർ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത്. അഥവാ ലെറ്റ്സ് ദ ബയർ ബിവെയർ എന്നുള്ള ഇതിൽ നിന്ന് സം എക്സെപ്ഷൻസ് ആർ ഗെറ്റിംഗ് ടു ദി ബയർ എന്നുള്ള. അപ്പോൾ അത് ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ ആ കണ്ടീഷൻ, ആ ഇംപ്ലൈഡ് കണ്ടീഷൻ ആയിട്ടുള്ള പാറ്റന്റഡ് ഗുഡ്സ് ആണെങ്കിലോ ട്രേഡ് നെയിം ഗുഡ്സ് ആണെങ്കിലോ അത് ഫുൾഫിൽ ചെയ്യണം എന്ന് അത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? ടെർമിനേറ്റ് ചെയ്യാം. അത് ആര് ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല? ബയർ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. അനദർ വൺ, മെർക്കൻഡബിൾ ക്വാളിറ്റി. സം ഗുഡ്സ് ആർ സോൾഡ് ഇൻ എ മെർക്കൻഡബിൾ ക്വാളിറ്റി. ഒരു പെർട്ടിക്കുലർ ക്വാളിറ്റിയിലുള്ള ഗുഡ്സ് ആണ് വിൽപ്പന നടത്തുന്നതെങ്കിൽ ഇവിടെ buyer is not bothered about it. The seller can deliver only goods of merchantable quality. അപ്പോൾ സെല്ലർ ഇവിടെ എന്ത് ചെയ്യാൻ പാടുള്ളൂ? മെർക്കൻഡബിൾ ക്വാളിറ്റി ഗുഡ്സ് ആണ് വിൽപ്പന നടത്താൻ പാടുള്ളൂ എന്നുള്ളത്. കാരണം ഒരു പെർട്ടിക്കുലർ ക്വാളിറ്റിയിലുള്ള ഗുഡ്സ് ആയിരിക്കുമല്ലോ മെർക്കൻഡബിൾ പർപ്പസിന് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, യൂസേജ് ഓഫ് ട്രേഡ്. ഇതിലും പറയുന്നത് ദാറ്റ്സ് an implied warranty or condition as to quality or fitness for a particular purpose may be annexed by the usage of trade. സാധാരണ യൂസേജ് ഓഫ് ട്രേഡിൽ ഒരു കസ്റ്റമർ ട്രഡീഷണൽ യൂസേജ് ഓഫ് ട്രേഡിൽ ഏത് രീതിയാണോ യൂസ് ചെയ്യുന്നത് ആ രീതിയിലുള്ളൊരു ഗുഡ്സ് ആയിരിക്കണം സപ്ലൈ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് an implied condition. So in this case the doctrine of caveat emptor principle is exempted under section 16 subsection 3. Then consent by fraud, where the consent of the buyer is occurred in a contract of sale by the seller by fraud. വഞ്ചനയിലൂടെയും മറ്റുമൊക്കെയാണ്
ബയറുടെ കൺസെന്റ് വാങ്ങിയത് എങ്കിൽ, അല്ലെങ്കിൽ were the seller knowingly conceal a defect which could not be discovered on a reasonable examination, അല്ലെങ്കിൽ ഈ വിൽപ്പന നടത്തുന്ന ഗുഡ്സ് അറിഞ്ഞുകൊണ്ട് തന്നെ സെല്ലർ എന്ത് ചെയ്യുക, അത് കൺസീൽ ചെയ്യാം, മറച്ചു വെക്കുകയാണെങ്കിൽ, പ്രധാനപ്പെട്ട ഒരു ഡിഫക്റ്റ് അറിഞ്ഞുകൊണ്ട് സെല്ലർ മറച്ചു വെക്കുകയാണെങ്കിൽ, കാരണം ഒരു സ്ക്രൂട്ടിനൈസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സൂക്ഷ്മ പരിശോധന നടത്തുകയാണെങ്കിൽ മാത്രമാണ്, ഒരു ക്ലിയർ ഡെപ്ത് എക്സാമിനേഷൻ നടത്തുകയാണെങ്കിൽ മാത്രമേ ആ ഡിഫോൾട്ട് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അത് അത്തരം രീതിയിലൊന്നും വേണ്ട, ആവശ്യമില്ല. ബയർ എന്ത് ചെയ്യേണ്ട, അത്തരം ആ രീതിയിലൊന്നും ട്രൈ ചെയ്യേണ്ട. സാധാരണ രീതിയിലുള്ള ഒബ്സർവേഷനിലൂടെയും മറ്റും അയാൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഇതിന് ഡോക്ട്രിൻ ഓഫ് കവേറ്റ് എംറ്റർ എന്നുള്ളതിന് എക്സംഷൻ ആണെന്നാണ്. അപ്പോൾ ഇവിടെ that is does not apply. Then sale by non-owners. Sale by non-owners. Nemo dat cod non-habit. Once again, nemo dat cod non-habit. That is not an English word, Latin word, which means no one can give what he does not possess. അയാളുടെ സ്വന്തം കൈവശമില്ലാത്തൊരു സാധനങ്ങൾ ആർക്കും വിൽപ്പന നടത്താൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. There may arise situation, ചില സിറ്റുവേഷനിലൊക്കെ ഇങ്ങനെ അറൈസ് ചെയ്യാം, when the seller is not in fact the owner. ചിലപ്പോൾ വിൽപ്പന നടത്തുന്ന ആള് ആ പ്രോഡക്റ്റിന്റെ ഗുഡ്സിന്റെ യഥാർത്ഥ ഓണർ ആവണം എന്നില്ല. And a person buy the goods from such a person believing that the seller is the real owner. എന്നാലോ at the same time ഇവിടെ വിൽപ്പന നടത്തുന്ന seller is not the real owner of the goods, but at the same time the buyer bought the goods on the assumption that, on the believing that he is the real owner of that goods. അയാളാണ് യഥാർത്ഥ ഓണർ എന്നുള്ള രീതിയിൽ ഇയാൾ എന്ത് ചെയ്യുന്നത്, ബയർ ആ ഗുഡ്സ് വാങ്ങുകയാണ്. The general rule is that, സാധാരണ ഇവിടെ ഒരു കോമൺ റൂൾ ഉണ്ട്, that if a person who has no right or title to the goods sold the same, the buyer cannot obtain any right or title to the goods. അങ്ങനെ പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഈ ഗുഡ്സിന്റെ ഉടമസ്ഥാവകാശമില്ലെങ്കിൽ എന്നിട്ട് ആ ഗുഡ്സ് വിൽപ്പന നടത്തുകയാണെങ്കിൽ വാങ്ങുന്ന ആൾക്കും അതിൻ്റെ ഉടമസ്ഥാവകാശം കിട്ടില്ല എന്നാണ് പറഞ്ഞത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇവിടെ ഒരാള് ഒരു മൊബൈൽ ഫോണ് മോഷണം നടത്തി. ആ മോഷണം നടത്തിയ മൊബൈൽ ഫോണ് മറ്റൊരാൾക്ക് വിൽപ്പന നടത്താണ്. അപ്പൊ ഇവിടെ വിൽപ്പന നടത്തുന്ന ആള് യഥാർത്ഥത്തിൽ ഓണറല്ല, പക്ഷെ വാങ്ങുന്ന ആള് കരുതിയത് ഹി ഈസ് ദ റിയൽ ഓണർ എന്നുള്ള ആ അസംഷനിലാണ് വാങ്ങിയത്. എങ്കിലും വാങ്ങിയ ആൾക്ക് അതിലുള്ള ഉടമസ്ഥാവകാശം ലഭിക്കുന്നതല്ല എന്നുള്ളതാണ് നെമോ ഡാറ്റ് കോഡ് നോൺ ഹാബിറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫ്രേസിൽ പറയുന്നത്. നോ വൺ ക്യാൻ ഗീവ് വാട്ട് ഹി ഡസ് നോട്ട് പൊസസ് എന്നാ പറഞ്ഞത്. Another one, exception to this rule. Common rule അതാണ്. എന്താണ്? No one can get a title to the goods in case of that is not get the title to the seller എന്നുള്ള. സെല്ലർക്ക് അതിൻ്റെ മേലെ ടൈറ്റിൽ ഇല്ലെങ്കിൽ, ഉടമസ്ഥാവകാശം ഇല്ലെങ്കിൽ അത് ബയർക്ക് എന്ത് ചെയ്യില്ല, അതിൻ്റെ ഉടമസ്ഥാവകാശം ലഭിക്കില്ല എന്നാണ് ജനറൽ റൂളായിട്ട് പറയുന്നത്. സം എക്സെപ്ഷൻ ടു ദിസ്
no one can transfer a better title than what he himself. ഈ പറഞ്ഞതിൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്. അഥവാ ഉടമസ്ഥന്, വിൽപ്പന നടത്തുന്ന ആൾക്ക് അതിൻ്റെ ടൈറ്റിൽ ഇല്ലെങ്കിൽ വാങ്ങുന്ന ആൾക്കും ടൈറ്റിൽ ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞതിന് ചില എക്സെപ്ഷൻ. അപ്പോൾ വാങ്ങുന്ന ആൾക്ക് ചിലപ്പോൾ എന്തായിരിക്കും, അതിൻ്റെ ടൈറ്റിൽ ലഭ്യമാകും എന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ, സെയിൽ ബൈ മെർക്കൻഡൈൽ ഏജന്റ്. ഒരു മെർക്കൻഡൈൽ ഏജന്റിന് വിൽപ്പന നടത്തുകയാണ്. അണ്ടർ സെക്ഷൻ 27 subsection 2. Who is a mercantile agent? Already discussed. എന്നാലും ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. The mercantile agent is a person who has authority in the customary course of business, either to sell the goods or to consign the goods or to raise money on the security of goods. ഒന്നുകിൽ സാധനം വിൽപ്പന നടത്തുന്നതിനോ, അല്ലെങ്കിൽ സാധനം വാങ്ങുന്നതിനോ, അല്ലെങ്കിൽ ഈ സാധനത്തിൻ്റെ മേലെ സെക്യൂരിറ്റി ആയി വെച്ചുകൊണ്ട് പണം റൈസ് ചെയ്യുന്നതിനോ ചുമതലപ്പെടുത്തിയിട്ടുള്ള അധികാരമുള്ള ഒരാളാണ് മെർക്കൻഡൈൽ ഏജന്റ്. അപ്പോൾ യഥാർത്ഥത്തിൽ he is not the owner of that goods. അയാൾ അതിൻ്റെ ഓണർ അല്ല. ഓണർ മറ്റൊരാളാണ്. അയാൾ വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ലൈക്ക് എ പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ്, ഒരു ഏജന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കേസിൽ എ സെയിൽ ബൈ എ മെർക്കൻഡൈൽ ഏജന്റ് ഈസ് വാലിഡ് ഇൻ ഫുൾഫില്ലിംഗ് ദി 4 കണ്ടീഷൻസ്. 4 കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് വാലിഡ് ആവുള്ളൂ. ഒന്നാമത് പറയുന്നത്, he possesses the goods or title to the goods with the consent of the owner. ഈ ഏജന്റ് ആ ഗുഡ്സ് പൊസസ് ചെയ്യുന്നത് അയാളുടെ ഗുഡ്സ് അല്ല, ടൈറ്റിൽ ഇല്ല, പക്ഷെ ആ ഗുഡ്സ് പൊസസ് ചെയ്യുന്നത് വിത്ത് ദി കൺസെന്റ് ഓഫ് ദി സെല്ലർ, ആക്ച്വൽ ഓണർ. ആക്ച്വൽ ഓണറുടെ സമ്മതത്തോടു കൂടിയായിരിക്കണം ഏജന്റ് കൈവശപ്പെടുത്തുന്നത്. രണ്ടാമത്തെ പറയുന്നത്, he sell them in the ordinary course of business. അത് സാധാരണ രീതിയിൽ സ്ഥിരമായിട്ട് വിൽപ്പന നടത്തുന്ന ആ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിലാണ് ഈ ഗുഡ്സ് വിൽപ്പന നടത്തുന്നത്. മറ്റൊന്ന്, ബയർ ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത്. ബയർ ഇവിടെ വാങ്ങുന്നത്, ഈ സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നത് ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ്. ബയർക്ക് അറിയാം എന്ത്, ഈ ഗുഡ്സ് the buyer acts in good faith. ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് ബയർ പ്രവർത്തിക്കുന്നത്. At the same time, the buyer does not know anything about the defective title of the seller. സെല്ലറുടെ ഡിഫക്റ്റീവ് ടൈറ്റിലിനെ കുറിച്ച് ആർക്കും അറിയില്ല, ബയർക്ക് അറിയില്ല. കാരണം ഇവിടെ സെല്ലർ ആരാണ്? ഓൺലി ആൻ ഏജന്റ്. അത് ഡിഫക്റ്റീവ് ടൈറ്റിലാണ്. യഥാർത്ഥ ഓണർ ആരാണ്? മറ്റൊരാളാണ്. ഇത് അറിയാതെയാണ് ഡീൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സാധാരണ കോമൺ റൂൾ പ്രകാരം ടൈറ്റിൽ ഇല്ലാത്തൊരു ഗുഡ്സ് ആണ് വിൽപ്പന നടത്തുന്നതെങ്കിൽ, യഥാർത്ഥ ഓണർ അല്ലാത്ത ഒരാളാണ് വിൽപ്പന നടത്തുന്നതെങ്കിൽ, ഹി കനോട്ട് ഗെറ്റ് ദ ടൈറ്റിൽ ഓഫ് ദ ഗുഡ്സ്. വാങ്ങുന്ന ആൾക്കും എന്ത് ചെയ്യൂല, ടൈറ്റിൽ ഓഫ് ഗുഡ്സ് കിട്ടൂല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഈ ഒരു കേസിൽ, ഇത്തരം മെർക്കൻഡൈൽ ഏജൻസി കേസിൽ എന്ത് ചെയ്യും, അയാൾക്ക് ടൈറ്റിൽ ഓഫ് ഗുഡ്സ് ലഭ്യമാണ് എന്നാണ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, സെയിൽ ബൈ കോ ഓണർ. സെയിൽ ബൈ കോ ഓണർ. കോ ഓണർ ആരാണ് നമ്മൾക്കറിയാം. നമ്പർ ഓഫ് ഓണേഴ്സ് ഒരുമിച്ചുണ്ടെങ്കിൽ ഈ ഓരോ ഓണേഴ്സിനും പറയുന്ന പേരാണ് കോ ഓണേഴ്സ്. അണ്ടർ സെക്ഷൻ 28. അപ്പോൾ അത്രയും കേസിൽ ദ കോ ഓണർ സെയിൽ ഈസ് വാലിഡ് ഇഫ് ഫുൾഫില്ലിംഗ് ദി 4 കണ്ടീഷൻ. 4 കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. അപ്പോൾ ടൈറ്റിൽ ഓഫ് ഗുഡ്സ് ആർക്ക് ലഭ്യമാകും? ബയർക്ക് ലഭ്യമാകും എന്നാണ് പറയുന്നത്.
അതിൽ പറയുന്നത് ഹി മസ്റ്റ് ഇൻ ദി സെയിൽ സോൾ പൊസിഷൻ ഓഫ് ഗുഡ്സ് വിത്ത് ദി കൺസെന്റ് ഓഫ് ദി കോണർ. അയാൾക്ക് ആ ഗുഡ്സിന്റെ പൊസഷൻ ആരുടെ സമ്മതത്തോടു കൂടി കിട്ടിയതാണ്? മറ്റുള്ള കോ ഓണേഴ്സിന്റെ സമ്മതത്തോടു കൂടിയാണ് ലഭ്യമാക്കിയതെങ്കിൽ. അതുപോലെ തന്നെ ദ ബയർ ബൈസ് ദ ഗുഡ്സ് ഇൻ ഗുഡ് ഫെയ്ത്ത്. വാങ്ങുന്ന ആള് ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് വാങ്ങുന്നത്. ദ ബയർ does not know anything about the lack of the seller's title to sell. ബയർക്ക് അറിയില്ല ഇതിലെ നമ്പർ ഓഫ് ഓണേഴ്സ് ഉണ്ട് എന്നോ കോ ഓണർ ആണ് എന്നുള്ള കാര്യങ്ങളൊന്നും ആർക്കറിയില്ല, ബയർക്ക് അറിയില്ല. അയാൾ ഉത്തമ വിശ്വാസത്തോടു കൂടി കോ ഓണറാണ് അതിൻ്റെ യഥാർത്ഥ ഓണർ എന്നുള്ള വിശ്വാസത്തോടു കൂടി വാങ്ങിയതാണെങ്കിൽ ഇത് വാലിഡ് ആണ് എന്നാണ് പറയുന്നത്. Then third point to the exception of general rule. Sale by a person in possession of goods under a voidable contract. Sale of goods obtained under a voidable contract or voidable agreement, the sale is valid. In case if he sell the goods before the contract is resigned. Voidable contracts ഒരു നമ്മൾ ഓൾറെഡി അറിയാം, ഒരു പാർട്ടി അതിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ വോയിഡ് ആയിരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്തരം കേസിൽ ആ പിന്മാറുന്നതിന് മുമ്പാണ് ഈ സെയിൽസ് നടക്കുന്നതെങ്കിൽ, രണ്ടാമത്തത് ദ ബയർ ബൈസ് ദ ഗുഡ്സ് ഇൻ ഗുഡ് ഫെയ്ത്ത്. ബയർ ഗുഡ്സ് വാങ്ങുന്ന എന്താണ്? ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ്. മൂന്നാമത്തത് ദ ബയർ നോസ് നത്തിങ് അബൌട്ട് ദ സെല്ലേഴ്സ് ഡിഫക്റ്റീവ് ടൈറ്റിൽ. ബയർക്ക് സെല്ലേഴ്സിന്റെ ഡിഫക്റ്റീവ് ടൈറ്റിലിനെ കുറിച്ച് യാതൊന്നും അറിയുന്നില്ലെങ്കിൽ, ഇത്തരം 3 കേസാണെങ്കിൽ, കാരണം ഈസ് നോട്ട് ദ റിയൽ ഓണർ എന്ന് ആർക്കറിയില്ല, ബയർക്ക് അറിയില്ല എങ്കിൽ അതെന്താണ്? വാലിഡ് ആയിരിക്കും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ. മറ്റേ പാർട്ടി, ഓപ്പോസിറ്റ് പാർട്ടി അതിൽ നിന്ന് പിന്മാറുന്നതിന്, റിസൈൻ ചെയ്യുന്നതിന് മുമ്പായിരിക്കണം സെയിൽസ് നടക്കേണ്ടത് എന്നുള്ളതാണ്. Then fourth exception to the general rule. Resale of goods by the seller in possession after sale. നമ്മൾക്കറിയാം സെയിൽസിന്റെ കേസിൽ ഒന്ന് ഇമ്മീഡിയറ്റ് സെയിൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫറിങ് ഓഫ് പൊസിഷൻ ഉണ്ട്, ഫ്യൂച്ചർ ട്രാൻസ്ഫറിങ് ഉണ്ട്. അപ്പൊ ഇവിടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, എന്നാൽ പൊസിഷൻ ഇപ്പോഴും ആരുടെ കയ്യിലാണ്? സെല്ലറുടെ കയ്യിലാണ്. അത്തരം കേസാണിത്. റീസെയിൽ ഓഫ് ഗുഡ്സ് ബൈ ദ സെല്ലർ ഇൻ പൊസിഷൻ ആഫ്റ്റർ സെയിൽ. സെയിൽസ് നടന്നിട്ടുണ്ട്, എന്നാലോ അതിന്റെ പൊസിഷൻ ഇപ്പോഴും ആരുടെ കയ്യിലാണ്? സെല്ലറുടെ കയ്യിലാണ്. ഓണർഷിപ്പ് ബയർക്ക് കൈമാറിയിട്ടുണ്ട്, ഗുഡ്സ് ഇപ്പോഴും സെല്ലറുടെ കയ്യിലാണെങ്കിൽ, അത്തരം കേസിൽ റീസെയിൽ ചെയ്യുകയാണെങ്കിൽ, ഇൻ ദിസ് കേസ് ഹി കൺവേ ദ ഗുഡ്സ് ഗുഡ് ടൈറ്റിൽ ടു ദ സെക്കൻഡ് ബയർ. അയാൾ എന്ത് ചെയ്യുന്നത്? സെക്കൻഡ് ബയർക്ക് ആദ്യം വിൽപ്പന നടത്തി, ഇനി വേറൊരാൾക്ക് വിൽപ്പന നടത്തുകയാണെങ്കിൽ, he possesses the goods or document of title to the goods as seller but not as a bailee or hire. ഇവിടെ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഗുഡ്സ് വാങ്ങുന്നത് ഏത് രീതിയിലാണ്? സെല്ലർ എന്നുള്ള രീതിയിലാണ്, അതല്ലാതെ നോട്ട് ദ ബെയിലി. ബെയിലിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഗുഡ്സ് വിൽപ്പന നടത്താൻ പറ്റില്ല. അപ്പൊ ഇവിടെ അയാളെ ട്രീറ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈസ് നോട്ട് ദ ആക്ച്വൽ ഓണർ. വിൽപ്പന നടത്തി കഴിഞ്ഞാൽ ബയറാണ് ഓണർ. ഇവിടെ സെല്ലറുടെ കൈവശമുണ്ട്. അപ്പൊ സെല്ലറാണ് അതിന്റെ ആക്ച്വൽ ഓണർ എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്. ബെയിൽമെന്റ് ആണെങ്കിൽ ബെയിലിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഗുഡ്സ് വിൽപ്പന നടത്താൻ പറ്റില്ല. അപ്പൊ ഇത് സെല്ലർ എന്നുള്ള അസംഷനിൽ തന്നെയാണ്. രണ്ടാമത്തെ, ദ ബയർ ബൈസ് ദ ഗുഡ്സ് ഇൻ ഗുഡ് ഫെയ്ത്ത്. ബയർ എന്ത് ചെയ്യുന്നുണ്ട്?
ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് ആ ഗുഡ്സ് വാങ്ങുന്നത്. Another one, the second buyer knows nothing about the previous sales. ഇത് മുമ്പ് വിറ്റ സാധനമാണ് എന്നുള്ളതിനെ കുറിച്ച് ആർക്ക് യാതൊരുവിധ അറിവില്ല. ബയർക്ക് അറിവില്ല, അഥവാ ഫസ്റ്റ് വിറ്റതാണ് എന്നുള്ള അറിവ് ആർക്കില്ല, ബയർക്കില്ല. ഇത്തരം കേസിലാണെങ്കിൽ ലാസ്റ്റ് വൺ, ദ സെക്കൻഡ് ബയർ ആസ് എ പൊസഷൻ ഓഫ് ദ ഗുഡ്സ്. പിന്നീട് ഇതിന്റെ ഗുഡ്സിന്റെ പൊസഷൻ ആർക്ക് കിട്ടുന്നുണ്ട്? സെക്കൻഡ് ബയർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഗുഡ്സിന്റെ ടൈറ്റിൽ കിട്ടിയിട്ടില്ല, പൊസഷൻ ആർക്കാണ്? സെക്കൻഡ് ബയർക്കാണ്. അത്തരം കേസിലാണെങ്കിൽ ഈ അയാൾക്ക് എന്ത് ചെയ്യണ്ട, ആ ഗുഡ്സ് വിട്ടു കൊടുക്കേണ്ട എന്നുള്ളത് അയാൾക്ക് എന്ത് ചെയ്യും? ഉടമസ്ഥാവകാശം ലഭ്യമാവും എന്നുള്ള പറയുന്നത്. He can get the good title of the goods. Next one, ജനറൽ റൂളിന് എക്സെപ്ഷൻ ആയിട്ട് പറയുന്നത്, റീസെയിൽ ബൈ അൺപെയ്ഡ് വെൻഡർ ഓർ സെല്ലർ. Unpaid seller can resell the goods on exercising his right of lien or stoppage of goods in transit. ആരാണ് അൺപെയ്ഡ് സെല്ലർ എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, അവിടെ പറയാം. അപ്പോൾ ഇവിടെ ക്യാൻ റീസെൽ ദ ഗുഡ്സ് എക്സസൈസിങ് ഹിസ് റൈറ്റ് ഓഫ് ലീൻ. അയാൾക്ക് ലീൻ ചെയ്യാനുള്ള റൈറ്റ് നിലനിൽക്കുകയാണ് എന്ത് ചെയ്യുന്നത്? അയാൾക്ക് ഗുഡ്സ് വിൽപ്പന നടത്താൻ പറ്റുമെന്ന് പറയുന്നത്. ദെൻ അനദർ വൺ, സെയിൽ ബൈ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് ആണെങ്കിൽ ഹി മസ്റ്റ് ട്രാൻസ്ഫർ ദ ഗുഡ്സ് ടു ദി ആക്ച്വൽ ഓണർ എന്ന്. നല്ല ആക്ച്വൽ ഓണറെ കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? സെൽ ദ ഗുഡ്സ് അണ്ടർ സം സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അയാൾക്ക് ആ ഗുഡ്സ് വിൽപ്പന നടത്താം. ഇപ്പം പ്രത്യേക സാഹചര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പല ഫോർമാലിറ്റീസ് ഉണ്ട്. ആ ഫോർമാലിറ്റീസ് ഒക്കെ ഫുൾഫിൽ ചെയ്തിട്ടാണെങ്കിൽ അയാൾക്ക് ഗുഡ്സ് വിൽപ്പന നടത്താം. എന്നിട്ടും ആ ഫോർമാലിറ്റീസ് പത്രത്തിലൊന്നും പരസ്യം കൊടുത്തിട്ടൊന്നും ആരും വരുന്നില്ല ആ ഗുഡ്സിനെങ്കിൽ അയാൾക്ക് ആ ഗുഡ്സ് എന്ത് ചെയ്യാം? വിൽപ്പന നടത്താവുന്നതാണ് എന്ന് പറയും. ദെൻ അനദർ വൺ, സെയിൽ അണ്ടർ കോർട്ട് ഓഫ് ഓർഡർ. നെക്സ്റ്റ് എക്സെപ്ഷൻ ടു ദ ജനറൽ റൂൾ, സെയിൽ അണ്ടർ ദ കോർട്ട് ഓർഡർ. കോർട്ട് ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ വിൽപ്പന നടത്തുകയാണെങ്കിൽ ദ ബയർ ക്യാൻ ഗെറ്റ് ദ ഗുഡ് ടൈറ്റിൽ ടു ദ ഗുഡ്സ്. കോടതി വിധി പ്രകാരം എന്തെങ്കിലുമൊക്കെ വിൽപ്പന നടത്തണം എന്ന് പറയുകയാണെങ്കിൽ ആർക്കാണോ വിൽപ്പന നടത്തുന്നത് അയാൾക്ക് അതിൻ്റെ ഗുഡ് ടൈറ്റിൽ കിട്ടും. കാരണം ഇവിടെ കോടതിയുടെ ഉത്തരവാണ് നടപ്പിലാക്കുന്നത് എന്നുള്ളത്. ലാസ്റ്റ് വൺ, സെയിൽ അണ്ടർ ടൈറ്റിൽ ബൈ എസ്റ്റോപ്പൽ. സെയിൽ അണ്ടർ ടൈറ്റിൽ ബൈ എസ്റ്റോപ്പൽ. Under certain circumstances, the true owner may be prevented by his conduct from denying the seller's authority to sell. Under certain circumstances, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ യഥാർത്ഥ ഓണർ may be prevented by his conduct, തടയാറുണ്ട്, from denying the seller's authority to sell. സെല്ലറുടെ അതോറിറ്റി ഒരു സാധനം വിൽപ്പന നടത്തുന്നതിൽ നിന്ന് തടയാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, X is the real owner of certain goods. X act in such a manner that Y is induced to believe that the goods belonging to Z. യഥാർത്ഥ ഓണർ എക്സ് ആണ്, പക്ഷേ അയാളുടെ പെരുമാറ്റവും കാര്യങ്ങളും കൊണ്ട് വൈ കരുതത് ഇത് സെഡിന്റെ ഗുഡ്സ് ആണ് എന്നുള്ളതാണ്. ആ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്ത് ഓൺ ബിഹാഫ് ഓഫ് വൈ ബൈസ് ദ ഗുഡ്സ് ഫ്രം സെഡ്. അതിന്റെ അടിസ്ഥാനത്തിൽ വൈ ആരുടെ അടുത്തുനിന്ന് ഗുഡ്സ് വാങ്ങാണ്? സെഡിന്റെ കയ്യിൽ നിന്ന് വാങ്ങാം. അണ്ടർ ദീസ് സർക്കംസ്റ്റാൻസസ് the court will not allow X to prove the ownership.
ഈ സാഹചര്യത്തിൽ എക്സിന് ഉടമസ്ഥാവകാശം പ്രൂവ് ചെയ്യാൻ അനുവദിക്കുന്നതല്ല കോടതി എന്ന് പറഞ്ഞത്. Thus, why get the good title to the goods even though he has purchased from Z who is not the owner? ഇവിടെ എക്സ് പർച്ചേസ് ചെയ്യുന്നത് സെഡിന്റെ കയ്യിൽ നിന്നാണ്. സെഡ് ഈസ് നോട്ട് ദ റിയൽ ഓണർ ഓഫ് ദാറ്റ് ഗുഡ്സ്. അറ്റ് ദി സെയിം ടൈം എക്സ് ഈസ് ദ റിയൽ ഓണർ, ബട്ട് ദ പർച്ചേസർ, the Y, get the good title in these dealings.